പുതിയൊരു ബെഞ്ച് മാർക്ക് നൽകിയ ചിത്രമായിരുന്നു മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിലൊരുക്കിയ ദൃശ്യം. പ്രധാന കഥാപാത്രങ്ങളായ ജോർജ് കുട്ടിയെയും കുടുംബത്തെയും ഏറ്റെടുത്ത പോലെ തന്നെ ചിത്രത്തിലെ ഓരോ കഥാപാത്രങ്ങളും പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയിരുന്നു. അത്തരത്തിൽ ചിത്രത്തിൽ ശ്രദ്ധേയമായ കഥാപാത്രം ചെയ്തയാളാണ് കലാഭവൻ ഷാജോൺ. സഹദേവൻ എന്ന പോലീസ് ഓഫീസറുടെ വേഷമായിരുന്നു ഷാജോൺ ചെയ്തിരുന്നത്. ദൃശ്യം 1-ൽ സഹദേവൻ എന്ന കഥാപാത്രം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സിനിമയുടെ അവസാന ഭാഗമായ 3-ാം ഭാഗത്തിലും സഹദേവൻ ഉണ്ടായിരിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു പ്രേക്ഷകർ. എന്നാൽ 3-ാം പതിപ്പിൽ തന്റെ കഥാപാത്രം ഉണ്ടാവില്ല എന്നറിയിച്ച് ഷാജോൺ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. ദൃശ്യം 3 അനൗൺസ് ചെയ്തല്ലോ എന്ന ചോദ്യത്തിന് ഷൂട്ടിംഗ് തുടങ്ങിയല്ലോ എന്നായിരുന്നു ഷാജോണിന്റെ മറുപടി. ഷാജോണും ചിത്രത്തിലുണ്ടാവില്ല എന്ന ചോദ്യത്തിന് താനില്ല എന്നും ഉണ്ടായിരുന്നെങ്കിൽ ഇതിനോടകം തന്നെ സിനിമയിൽ നിന്ന് വിളി വന്നേനെ എന്നും ഷാജോൺ പറഞ്ഞു. എന്തായാലും സിനിമ ഗംഭീരമായിരിക്കുമെന്നും താനും സിനിമയ്ക്കായി വെയിറ്റിംഗ് ആണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വാഗമൺ മേഖലകളിലും ദൃശ്യം 3-ാം ഭാഗത്തിന്റെ ഷൂട്ടിംഗ് ഉണ്ടെന്നാണ് വിവരം. തൊടുപുഴയിൽ 30 ദിവസത്തെ ഷെഡ്യൂളാണ് നിലവിലുള്ളത്. ഈ ആഴ്ച തുടക്കത്തിൽ ആരംഭിക്കാനിരിക്കുന്ന ഷൂട്ടിംഗ് മോഹൻലാലിന്റെ പുരസ്കാര ചടങ്ങിനെ തുടർന്ന് നീട്ടുകയായിരുന്നു. 3-ാം ഭാഗത്തിന്റെ ചിത്രീകരണം 55 ദിവസം കൊണ്ട് പൂർത്തിയാക്കാനാണ് നിലവിലെ പ്ലാൻ. ജോർജ് കുട്ടി എന്ന കഥാപാത്രത്തിന് 4 വർഷത്തിനു ശേഷം ഉണ്ടാവുന്ന മാറ്റങ്ങളെയാണ് 3-ാം ഭാഗത്തിൽ കൊണ്ടുവരുന്നതെന്ന് ജിത്തു ജോസഫ് നേരത്തെ പറഞ്ഞിരുന്നു. ആദ്യ 2 ഭാഗങ്ങളെ പോലെ ഒരു ഹെവി ഇന്റലിജൻസ് സിനിമയല്ല 3-ാം ഭാഗമെന്നും ജിത്തു ജോസഫ് വ്യക്തമാക്കി. ജോർജ് കുട്ടിയും കുടുംബവും അവരുടെ നിലനിൽപ്പിനായുള്ള പോരാട്ടങ്ങളും മലയാളി പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചപ്പോൾ ഒരു 2-ാം ഭാഗവും സിനിമയ്ക്കുണ്ടായി. ഇന്ത്യയും കടന്ന് ചൈനീസും കൊറിയനും ഉൾപ്പെടെ നിരവധി ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ടിരുന്നു.